വൈക്കം ഇടവട്ടം സ്വദേശി മുരളീധരന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് തലയോലപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന പുഴയോരം ഫുഡ് കോർട്ട്. ഈ സ്ഥാപനത്തിൽ നിന്നും ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 24 വരെ ലഭിച്ച തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. നല്ലവരായ നാട്ടുകാരുടെയും സഹകരണം അതിലുണ്ട്. അവരെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ വന്ന് ഇതിൽ പങ്കുചേരുകയും ഇവിടെ വന്ന് ആഹാരം കഴിക്കുകയും അവരുടെ കോൺട്രിബ്യൂഷൻ ഇതിലേക്ക് ആഹാരം കഴിച്ചതിൻ്റെ കോൺട്രിബ്യൂഷൻ പൈസ തരുന്നുണ്ട്. ഒരു മാസത്തെ വരുമാനമായി 21 ലക്ഷം രൂപയാണ് ലഭിച്ചത്. വൈക്കത്തെ ഹോട്ടലിലെത്തി മന്ത്രി വി എൻ വാസവൻ മുരളീധരിൽ നിന്നും തുക ഏറ്റുവാങ്ങി. ഒരു മാസത്തെ ഇത്രയധികം വരുമാനം 21 ലക്ഷം രൂപ മറ്റൊരു കാര്യത്തിനും എടുക്കാതെ അത് പൂർണ്ണമായി സ്വന്തം പോക്കറ്റിൽ നിന്ന് അവർക്ക് ജീവനക്കാർക്കും മെറ്റീരിയൽസ് വാങ്ങാനുള്ള പണം വേറെ കണ്ടെത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എത്ര വലിയ എമൗണ്ടാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. ഈ വലിയ ഉദ്യമത്തിൽ പങ്കുചേർന്ന ഹോട്ടൽ ജീവനക്കാരെയും മന്ത്രി അഭിനന്ദിച്ചു. വയനാടിന്റെ അതിജീവനത്തിനായുള്ള ഹോട്ടൽ പ്രവർത്തനത്തിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരും മികച്ച സഹകരണമായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ ഒരു മാസത്തെ ഇവരുടെ വരുമാനം വയനാട് ദുരിതബാധിത മേഖലയിലേക്ക് എത്തിക്കുകയാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ 2018 പ്രളയകാലത്ത് മറവൻതുരുത്ത് പഞ്ചായത്തിൽ മാത്രം 15 ലക്ഷം രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ മുരളീധരൻ നൽകിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.